Actual indicator diagram. ഏതാ ഒന്നുകൂടി പറയാം. Actual indicator diagram. ആക്ച്വൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഈ ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്താന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കും. ഐഡിയൽ നമ്മൾ കംപ്ലീറ്റ് നോക്കും. ആക്ച്വൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം നമ്മൾ നോക്കിയത് വാസ് ബേസ്ഡ് ഓൺ certain factors which affects the indicator diagram. What were the factors that we had considered? ഞാൻ ആദ്യം പറഞ്ഞു in general two set of factors ഉണ്ട് that generally affects indicator diagram. ഒന്ന് HAS, HAD. ഇതെന്തായിരുന്നു? These were the head അല്ലെങ്കിൽ എന്താ പറയാ the effect of head due to acceleration. Effect of acceleration pressure heads in suction and delivery pipe. ഇതിന്റെ എഫക്റ്റും ഉണ്ട്. സിമിലർലി HFS and HFD. ഇതെന്താണ്? ഫ്രിക്ഷൻ ഹെഡ്സ് അല്ലെ, എഫക്ട് ഓഫ് ഫ്രിക്ഷൻ ഇൻ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ്. ഇതിന്റെ രണ്ടിന്റെയും കമ്പൈൻഡ് എഫക്ട് എവിടെ ഉണ്ടാവും? ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ഉണ്ടാവും. ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം നമ്മൾ വരച്ചെങ്ങനെയായിരുന്നു? വി ഹാഡ് എ റെക്ടാംഗിൾ എ ബി സി ഡി, സക്ഷൻ സ്ട്രോക്ക്, ഡെലിവറി സ്ട്രോക്ക്, അതിന്റെ ഡെഫിനിഷൻസ്, സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ് എല്ലാം നമ്മൾ നോക്കിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ ആക്ച്വൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം അതെങ്ങനെയായിരുന്നു? എ ബി സി ഡി അവിടെ ഉണ്ടായിരുന്നു. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് അക്കർഡ്? എ ബി സി ഡി എന്തൊക്കെയാ മാറ്റം വന്നത്? എ ബി സി ഡി ഉണ്ടായിരുന്നു. ആ മാറ്റം changes that came over with the effect of these things were due to the effect of these two accelerations in suction and delivery pipes. അതിന്റെ എഫക്ട് കൊണ്ടുണ്ടായ ചേഞ്ചസ് ആയിരുന്നു ഇങ്ങനെ നമുക്ക് കിട്ടിയത് അല്ലെ. ഐ ഹോപ്പ് യു റിമെമ്പർ. ഇത് ഒരേ സ്ഥലത്താണ് വരണ്ടേ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരണ്ടത്, ചെറിയ വരക്കുമ്പോൾ ചിരിഞ്ഞു വരാം. This was A dash, B dash, E dash, D dash. And we understood, we proved that the area of ABCD was equal to area of A dash, B dash, D dash, C dash. That means ABCD in the work done, A dash, B dash, C dash, D dash the work done to same one. No additional work is being done, even though when we consider the effect of acceleration in suction and delivery pipes. Either E portion and E portion was equal. Those two represented suction acceleration effects, and E portion and E portion were also equal. Other represented HADA. This ഓർമ്മയില്ലേ ചെയ്തത്? Yes, sir. Okay, fine. Now, based on this one, set of numericals യൂണിവേഴ്സിറ്റി സാധാരണ ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒരു സാമ്പിൾ ന്യൂമറിക്കൽ നമുക്കിപ്പോൾ നോക്കാം. ബാക്കിയെല്ലാം ഞാൻ ഐ ഹോപ്പ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത നോട്ട്സിന്റെ കൂടെ അഡീഷണൽ ഷെയർ ചെയ്ത റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ പാർട്സ് കിട്ടിയിട്ടില്ലേ? എല്ലാവരുടെ കയ്യിലും ഇല്ലേ അത്? ഇല്ലേ? എടാ ഉണ്ടാ? കേൾക്കുന്നില്ല. അതെന്തായാലും നിങ്ങൾ റെഫർ ചെയ്യണം, കാരണം അതിൽ ഇഷ്ടംപോലെ ന്യൂമറിക്കൽസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രധാനമായിട്ട് തരാൻ കാരണം. ജസ്റ്റ് ഒരു സാമ്പിൾ ന്യൂമറിക്കൽ നമുക്ക് ഇപ്പം നോക്കാം. ഓക്കെ, കുറേ ന്യൂമറിക്കൽസ് ഉണ്ട് ഇതിന്റെ, ബട്ട് ജസ്റ്റ് ഒരു സാമ്പിൾ ആണ് ഞാൻ ഇപ്പം നോക്കാൻ പോകുന്നത്. ഓക്കെ, ന്യൂമറിക്കൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ടേക്ക് ഡൗൺ ദ ന്യൂമറിക്കൽ. പെട്ടെന്ന് എഴുതാം. The length and diameter of a suction pipe of a single acting reciprocating pump are 5 meter and 10 centimeter respectively. 5 meter and 10 centimeter. The pump has a plunger of diameter 15 centimeter
and a stroke length of 35 centimeter. The center of the pump is 3 meter above the water surface in the pump. Atmospheric is 10.3 meter of water and pump is running at 35 rpm. Determine first one, pressure head due to acceleration at the beginning of the suction stroke. Second, maximum pressure head due to acceleration. And third one, pressure head in the cylinder at the beginning and at the end of the stroke. പെട്ടെന്ന് എഴുതാൻ. ക്വസ്റ്റ്യൻ എഴുതിയാ? Okay, now what are the asked required values that you have to find out? ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കൂ. ഞാൻ ബോർഡിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ നോക്കാൻ പറയുമ്പോൾ നിങ്ങൾ നോക്കണം. ഓക്കെ, സി ക്വസ്റ്റ്യനിൽ ചോദിച്ചെന്താണ്? Pressure head due to acceleration at the beginning of suction stroke. Now, this is the actual indicator diagram. Look at the board now. Actual indicator diagram, which was suction stroke. See, A dash B dash represented the suction stroke, and C dash to D dash was the delivery stroke. Now, the pressure head due to acceleration at the beginning of suction stroke. Pressure head due to acceleration, that is HAS. HAS as a term. And what was that one? When you look at the figure, HAS was represented by this distance. A dash A എന്നുള്ള ഈ ഡിസ്റ്റൻസ് ആയിരുന്നു HAS. ഇതല്ലേ HAS? Yes, sir. അല്ലേ? Now, HAS ആണ് കണ്ടുപിടിക്കുന്നത്, but at the beginning of the suction stroke നയിച്ചില്ല. See, suction stroke in the beginning എവിടുന്ന? When theta is equal to 0. And now this position is theta equal to 90. And B dash എന്നുള്ള position എന്താ? Theta equal to 180 degree. And B dash marks the end of the suction stroke. So now let us get on to the general formula of HAS. General formula എന്തായിരുന്നു? Somebody tell me. What was the general formula? ആരെങ്കിലും പറഞ്ഞോ? ജനറൽ ഫോർമുല പറഞ്ഞ
നോക്കിയിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് ഓർമ്മയില്ല. LS/G വെരി ഗുഡ്. into A/G LS/G. ഓക്കെ, മൾട്ടിപ്ലൈഡ്. A/ASO വെരി ഗുഡ്. A/AS into omega square omega square r cos theta. R cos theta. Okay. Very good. This was the term or the relation that gives us the value of HAS. And HAS എന്തായിരുന്നു? Pressure head due to acceleration of liquid in the suction pipe. Reciprocating പമ്പിന്റെ suction pipeൽ acceleration effect ഉണ്ടെങ്കിൽ ആ എഫക്ട് കൊണ്ടുണ്ടാകുന്ന ചേഞ്ച് ഇൻ പ്രഷർ ഹെഡ്, അതാണ് ഈ ഇക്വേഷൻ. HAS ഗ്രാഫിക്കലി HAS എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A' ആൻഡ് A. Look at the formula. ഈ ഫോർമുലയിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, വൺ മോർ തിങ്, ഇതിൽ ഒരു ചേഞ്ചും കൂടി നമുക്ക് വരുത്താം. നിങ്ങൾ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, അതായത് ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണ്? ഫൈൻഡ് ഔട്ട് ദി പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സിലറേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് ആണ്. ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു 0 ആണ് കൊടുക്കുന്നത്. ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് തീറ്റ ഈക്വൽ ടു 0 ആണ്. സോ അറ്റ് തീറ്റ ഈക്വൽ ടു 0, ഇതെന്താണ്? മാർക്സ് ബിഗിനിങ് of suction stroke. So theta equal to 0 what becomes to HA? Now the equation is LS/G multiplied by A/AS into omega squared R. Cos theta, then cos 0 1 now. This is the value. Can you go back to the question? And the question is the length and diameter of suction pipe of a single acting reciprocating pump are 5 meter and 10 centimeter. അപ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞിട്ട് ഓരോട് പറഞ്ഞിട്ടെ. ആകാശ് പറഞ്ഞ എന്താ? ആകാശ് ഫസ്റ്റ് സെന്റൻസിൽ തന്ന വാല്യൂ എന്തില്ല? ആകാശില്ലേ? ആകാശില്ല. വിഷ്ണു എപ്പി പറ. Length 5 meter. അതായത് LS വന്നിട്ടുണ്ട്. LS is given as 5 meters. മീറ്റേഴ്സ് തന്നെയാണുള്ളത്. പിന്നെ എന്താ ഉള്ളത്? DS length and diameter of suction pipe. DS വന്നിട്ടുണ്ട്. DS is given as 10 meter. 0.1 meters. Okay. The pump has a plunger diameter 15 centimeter and stroke length 30. ഈ plunger diameter എന്ന് പറഞ്ഞാൽ diameter of piston ആണ്. That means capital D ആണ്. And capital D is given as what? 15 centimeter ആണ്. That means 0.15 meters. അതിന്റെ കൂടെ തന്നെ stroke length is given as 35 centimeter. L is given as 35 centimeter. 0.35 meters ആണ്. DS വന്നിട്ടുണ്ട്. സ്മോൾ DS നമുക്കറിയാം. സ്മോൾ DS ഉം DU അറിയാം. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് AS കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സെക്ഷൻ പൈപ്പും ഇതിൽ നിന്ന് ക്യാപിറ്റൽ A കണ്ടുപിടിക്കാം. AS എന്ന് പറഞ്ഞാൽ എന്താണ്? 5/4 DS സ്ക്വയർ. What will be A? 5/4 capital D square. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. L തന്നിട്ടുണ്ട്. L തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ഇനി വേണ്ടത് എന്താ? L-യുമായി ഡയറക്റ്റ് റിലേഷൻ ഉള്ള ഒരു ടേം ഉണ്ട്, R. L is equal to 2R ആണ്. Which will give us the value of R as L/2. 35/2 ആണ്. 17.5. അതായത് 0.175 0.175 meters വരും R. So A and AS ഉണ്ട്, R ഉണ്ട്. AI, ASI, RI. വേറെന്താ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? എനിത്തിങ് റിലേറ്റഡ് ടു സ്പീഡ് ഉണ്ടോ ക്വസ്റ്റ്യനിൽ? സ്പീഡ് എന്തെങ്കിലും ഉണ്ടോ? RPM. 35 RPM വന്നിട്ടുണ്ട്. വെരി ഗുഡ്. So N is given as 35 RPM. N 35 RPM ആണെങ്കിൽ what will be the angular velocity? Omega 2 pi N by 60.
ഇതിൽ you can find out the value of omega. So omega കിട്ടി, omega കിട്ടി, r കിട്ടി, as കിട്ടി. ls given ആണ് 5 meters ആണ്. g എത്രയായിരിക്കും? g എത്രയാ? What is the acceleration due to gravity? g ന്റെ വാല്യൂ എത്രയാ? 9.8. 9.8. g is equal to 9.8. Okay, എല്ലാ വാല്യൂസ് ആയില്ലേ? ഇനി ഡയറക്ട്ലി എന്നോട് HS അല്ല, HS കണ്ടുപിടിച്ചൂടാ? HS കണ്ടുപിടിച്ചിട്ട് വാല്യൂ പറ, പെട്ടെന്ന് പറ. ഞാൻ സോൾവ് ചെയ്തിട്ടില്ല, സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കും, വേഗം കണ്ടുപിടിക്കും. സമയമില്ല. കിട്ടിയാ? വാല്യൂ കിട്ടിയാ? എനിവൺ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം? കിട്ടിയില്ല. നിങ്ങളത് കണ്ടുപിടിക്കും. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതൊന്നും നിങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്നില്ല. സോ HASന്റെ വാല്യൂ കിട്ടി. You have HAS now. You have the value of HAS now. So first question answer നമുക്ക് കിട്ടി. അതായത് pressure head due to acceleration at the beginning of the suction stroke that you have found out. Look at the second one. Maximum pressure head due to acceleration. Stroke ഒന്നുമില്ല, that means we can assume it as for the suction stroke itself. കാരണം suction stroke എന്നുള്ളത് വെച്ചിട്ടാണ് പറയുന്നത്. Maximum pressure head due to acceleration എന്ന് പറഞ്ഞാൽ എന്താ? ഈ കണ്ടുപിടിച്ചത് തന്നെയല്ലേ മാക്സിമം പ്രഷർ ഹെഡ് ഓഫ് ആക്സിലറേഷൻ എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? θ0 ഉള്ള ഇപ്പല്ലേ മാക്സിമം കിട്ടുക അല്ലേ? We obtain the maximum pressure head due to acceleration at the beginning of suction stroke as well as at the end of suction stroke. So suction stroke relate ചെയ്ത് at the end of suction stroke പറയാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ direction will be reversed. So maximum pressure head due to acceleration during the suction stroke, we obtain it at its beginning itself. So for beginning, we have to see this is the fundamental equation, and to relate this one to the beginning of suction stroke, we have to substitute the value of theta as 0 here. When we substitute theta equal to 0, what we obtain? Cos theta becomes cos 0 equal to 1. The remaining portion of the equation is this one. That means ഇതേ equation ആണ് നമുക്ക് കിട്ടുക. അതായത് സെക്കൻഡിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ HAS മാക്സിമം
This is when theta equal to 0 at suction stroke is same as what? HAS. നമുക്ക് കിട്ടിയ HASന്റെ വാല്യൂ. ഇവിടെ എന്താണ് വാല്യൂ കിട്ടിയ അതേ വാല്യൂ ആണ് കിട്ടിയത്. സെക്കൻഡ് വൺ മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. ഇതിന്റെ വാല്യൂ കിട്ടി. ഇപ്പൊ ആർക്കെങ്കിലും കിട്ടിയത് കാൽക്കുലേറ്റ് ചെയ്താ 2.7. 2. എനിക്കറിയില്ല, എന്റെ അടുത്ത് വാല്യൂ ഇല്ല. 2.69. ഇതുണ്ടാ? What is the unit? Unit എന്താ? കണ്ടുപിടിച്ച വ്യക്തികളെ യൂണിറ്റും കൂടി പറഞ്ഞു. മീറ്റർ. മീറ്റർ. എടാ ഇതെന്താ ഇത്ര ആലോചിക്കാനല്ല, നിങ്ങൾ ഈ തല ഉപയോഗിക്കടോ. പറഞ്ഞു തരുന്നത് അതേപോലെ ഈച്ച കോപ്പി പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റർ കണ്ടുപിടിക്കാൻ മാത്രം ലേശം തലയൊന്ന് കുലുക്ക്. ഇത് ഹെഡ് ആണ്. ഹെഡ് എന്ന് പറഞ്ഞ മീറ്റർ അല്ലേ? ഇപ്പോഴും സംശയമാണ്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് മുഴുവൻ ഒരു സെമസ്റ്ററിൽ പഠിച്ച്. ഫ്ലൂയിഡ് മെഷീനറിന്റെ 2 മൊഡ്യൂളും കഴിഞ്ഞു ഈ സെമസ്റ്ററിൽ. എന്നിട്ടും പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹെഡ് റിലേറ്റഡ് ടു വാട്ടർ, ഹെഡ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ആണ്. അടി ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടെന്ന കാര്യം? 2.69 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കാൽക്കുലേറ്ററിനോട് അതിന്റെ യൂണിറ്റ് എന്താന്ന് ചോദിക്കുമ്പോൾ അവിടെ തീർന്നു. ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ എഴുതാൻ പറ്റൂല. എത്ര ക്ലാസ് എടുത്തിട്ട് എന്താ കാര്യം? ഇങ്ങനത്തെ എന്തെങ്കിലും സില്ലി ആയിട്ടുള്ള കാര്യം ചോദിച്ചാൽ അതിനുള്ള ആൻസർ ഉണ്ടാവില്ല. അത് ചിന്തിക്കാൻ അറിയില്ല ആയിരിക്കും, ചിന്തിക്കാൻ തോന്നുകയില്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തല ഉപയോഗിക്കാൻ അതിന് അത് മടിയായിരിക്കും എനിക്ക് തോന്നുന്നു. വൺ ആൻഡ് ടു കിട്ടി. ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ കിട്ടി. ഇനി തേർഡ് വൺ ചോദിച്ചില്ലേ? Pressure head in the cylinder at the beginning and end of the stroke. That means pressure head in the cylinder at the beginning and end of suction stroke. Suction stroke ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Questions were related to suction stroke. So pressure head in the cylinder at the beginning and end of each stroke. See, ഇതിന്റെ ആൻസർ 2 രീതിയിൽ നമുക്ക് പറയാം. ജസ്റ്റ് ഒന്നും കൂടി ഈ ഫിഗർ ഒന്ന് പറയാം. ഓക്കെ, ഫിഗർ ശരിക്കും ഫുൾ ആയിട്ട് ഫിഗറിന് ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം ഞാൻ എന്തൊക്കെയാ പറയാൻ പോകുന്നത്. ഇത് ഐഡിയൽ ഇൻഡിക്കേറ്റഡ് ഡയഗ്രം. നമ്മളുടെ ആക്ച്വൽ ഇൻഡിക്കേറ്റഡ് ഡയഗ്രം എങ്ങനെയാണ്? ഇതാണ് ആക്ച്വൽ ഇൻഡിക്കേറ്റഡ് ഡയഗ്രം. ഈ ലെവൽ എന്താണ്? ദിസ് ലെവൽ വാസ് ഫ്രം ദി എക്സ് ആക്സിസ്. ഈ ലെവൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. Atmospheric head that was equal to 10.3 meters of water. The question is about, see, the atmospheric pressure head is 10.3 meter of water. What additional attitude? See, the center of the pump is 3 meter above the water surface in the pump. What does that mean? I understand. What is that particular value? Point E I2. What is that particular value?
The center of the pump is 3 meters above the water surface in the pump. It is nothing but the suction head. Suction head അല്ല തന്നത്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഇതാണ് സക്ഷൻ ഹെഡ്. ഇതാണ് എത്ര വന്നിട്ടുള്ളത്? 3 മീറ്റർ വന്നിട്ടുള്ളത്. ഈ എച്ച് അറ്റ്മോസ്ഫിയർ എത്രയാണ്? 10.3 മീറ്റർ ഓഫ് വാട്ടർ ആണ്. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് സ്ട്രോക്ക്. ഈ പ്രഷർ ഹെഡിന്റെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആണെങ്കിൽ ഇതാണ് തീറ്റ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്ക്. ദിസ് ഇസ് തീറ്റ ഈക്വൽ ടു 90 അറ്റ് ദ മിഡിൽ ഓഫ് സക്ഷൻ സ്ട്രോക്ക്. Theta equal to 180 at the end of suction stroke. Now, okay. Ideal indicator diagram at the beginning of suction stroke, the head will be equal to what? HS itself. Beginning of suction stroke, this is head. But when we consider the factors that had affected our indicator diagram, that means the particular factor we are talking about here is the effect of acceleration in suction break. That is HAS. Suction ayathukondu let us only consider HAS. Ee HAS inde effect kondu what changes are being imparted in the indicator diagram? E A ennulla E A dash I. That means ividunnaanu ipo suction stroke start cheyyunnathu. Still the angular displacement theta അല്ലെങ്കിൽ crank angle എത്ര 0 തന്നെയാണ്. അത് ഇവിടുന്നാണ്. സോ ഇവിടെയുള്ള ടോട്ടൽ പ്രഷർ ഹെഡ് at the beginning of suction stroke എന്ന് പറഞ്ഞാൽ it is nothing but E A dash. ഇതാണ് ടോട്ടൽ പ്രഷർ ഹെഡ്. ഓക്കെ. ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കൃത്യമായി ശ്രദ്ധിക്കുക. കാരണം ന്യൂമറിക്കലിൽ പലതവണ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് കറക്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഈ എ ഡാഷ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഞാൻ എവിടുന്ന് പറഞ്ഞതാണ്? ഇ എഫ് എന്ന് പറഞ്ഞ ലെവലിൽ നിന്ന് താഴേക്ക് പറഞ്ഞതാണ് അല്ലെ. വാട്ട് വാസ് ഇ എഫ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ടാണ്. ആ ഇ എഫിന് താഴേക്ക് വരുന്ന എല്ലാത്തിനെയും നമ്മൾ വാക്വം റീജിയൻ എന്നാണ് പറയുന്നത്. കാരണം ഇറ്റ് ഈസ് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ഓൺലി ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ the water is being sucked into the suction pipe. So ഈ atmospheric line താഴെയുള്ള പോർഷൻ നമ്മൾ വാക്വം എന്നാണ്. So ഈ A dash is in turn the vacuum pressure. വാക്വം പ്രഷറിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. അതായത് പ്രഷർ ഹെഡ് at the beginning of suction stroke in terms of vacuum, അതാണ് ഈ A dash. ഇതേ പ്രഷർ ഹെഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്ട്രോക്കിന് എനിക്ക് വേറെ രീതിയിലും പറയാം. അത് എക്സ് വൈ ലൈനിൽ നിന്ന് ഈ എ ഡാഷിലേക്ക് എത്ര ഡിസ്റ്റൻസ്. അതായത് ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇത് എ ഡാഷ് ആണ്. ഈ എ ഡാഷ് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കാം. ഇത് ജി ആണ് ക്യാപിറ്റൽ ജി. ഇതേ ഇ ഡാഷ് എന്തായിരുന്നു? പ്രഷർ ഹെഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സ്ട്രോക്ക് ആണ്, സെക്ഷൻ സ്ട്രോക്ക് ആണ്. ബട്ട് ഈ എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് വാക്വം പ്രഷർ ആണ്. അതേ പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് ഐ ക്യാൻ ഇവാലുവേറ്റ് ഇറ്റ് ആസ് എ ഡാഷ് ജി ഓൾസോ. ബട്ട് എ ഡാഷ് ജി എന്ന് പറഞ്ഞാൽ എന്താ? എ ഡാഷിന്റെ ഹൈറ്റ് എക്സ് വൈ ലൈനാണ്. ഇ ഡാഷ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഡാഷിന്റെ ഹൈറ്റ് ഇ എഫ് എന്നുള്ള ലൈനാണ്. സോ എക്സ് വൈ ലൈനിൽ നിന്ന് മുകളിലേക്ക് എ ഡാഷിന്റെ ഈ ഡിസ്റ്റൻസ് എടുത്താൽ ദിസ് ബിക്കംസ് അബ്സല്യൂട്ട് പ്രഷർ. സോ രണ്ട് വാല്യൂം സെയിം ആണ്. രണ്ട് വാല്യൂം സെയിം എന്ന് പറഞ്ഞാൽ ആൻസർ കറക്റ്റ് ആണ്. വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും, ആൻസർ കറക്റ്റ് ആണ്. അതായത് യു ക്യാൻ എക്സ്പ്രസ് ദ പ്രഷർ ഹെഡ് ഇൻ ബോത്ത് ദീസ് ടേംസ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Yes, sir. If we express pressure head based on the line representing the atmospheric pressure line, അവിടുന്ന് താഴേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ the pressure head you are expressing will be in terms of vacuum pressure. But same pressure head if you express based on the distance from the base xy line, ഈ x line അല്ല x axis ന്റെ ബേസ് എന്നാണ് നിങ്ങൾ ഡിസ്റ്റൻസ് പറയുമെങ്കിൽ
that becomes the pressure head or the value of pressure head in terms of absolute pressure. So ഇതിൽ ഏത് കണ്ടുപിടിച്ചാലും ആൻസർ കറക്റ്റ് ആണ്. So better you find out both the values. Since it is not mentioned, vacuum pressure ആണോ absolute pressure ആണോ കണ്ടുപിടിക്കണമെന്ന് പറയാത്തതുകൊണ്ട് രണ്ടും കണ്ടുപിടിച്ച് വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഈ എ ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ what will be E A dash? E A dash is nothing but HS plus HAS. അല്ലേ? ഈ എ എന്ന് പറഞ്ഞ HS ആണ്, എ ഡാഷ് എ എന്ന് പറഞ്ഞ HAS ആണ്, അല്ലേ? അല്ലേ? Yes, sir. This is HAS. So ഈ എ ഡാഷ് കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾ എ ഡാഷ് ജി ആണ് കണ്ടുപിടിക്കുന്നത്. എ ഡാഷ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡാഷ് എ ഡാഷിന് എച്ച് അറ്റ്മോസ്ഫിയറിൽ കുറച്ചാൽ മതി. സോ HATM മൈനസ് എ ഡാഷ് എ ഡാഷ് ജി. ഇതൊക്കെ ഇത്ര മീറ്റർ ഓഫ് വാട്ടർ എന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യൂണിറ്റ് ഈസ് വാട്ടർ, meters of water. So if you express the answer in terms of A dash G, that becomes absolute pressure. Same answer, pressure head in answer, if you express in terms of E A dash, that becomes vacuum pressure. Clear ആണോ ഇത്? Clear ആണോ? Yes, sir. Both the terms were at the beginning of suction stroke. Same manner you can find out the value of pressure head at the end of suction stroke. End of suction stroke എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ്, ബി ഡാഷിന്റെ റീജിയൻ ആണ്. സോ EF ലൈനിന് താഴേക്കുള്ള വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ pressure head will be FB dash. FB dash എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? This will be FC minus B dash C. FC എന്ന് പറഞ്ഞാൽ എന്താ? HS ആണ്. What is B dash C? HAS. അല്ലേ? എടോ ക്ലിയർ ആണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ന്യൂമറിക്കലും ചോദിക്കും. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? Yes, sir. സോ ഇതെന്താണ്? ദിസ് വാസ് ഇൻ ടേംസ് ഓഫ് വാക്വം പ്രഷർ. വാക്വം പ്രഷർ ആണ്. വാക്വം പ്രഷറിന്റെ ടേംസിൽ എന്താ ഞാൻ എഴുതുന്നത്? പ്രഷർ ഹെഡ് അറ്റ് ദ എൻഡ് ഓഫ് സക്ഷൻ സ്ട്രോക്ക്, അതാണ് ഈ എഴുതുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി വെക്കണേ. ഞാൻ വായ കൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണം. ബോർഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് എഴുതാത്തത്. ബോർഡ് കാണുന്ന മാത്രം എഴുതി വെച്ചാൽ പോരാ, അതിൽ ഓരോ ടേം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതും കൂടി നോട്ട് ചെയ്ത് വെക്കണം. സെയിം തിങ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് അബ്സല്യൂട്ട് പ്രഷർ ഓൾസോ. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇവിടെ ഞാൻ ഒരു ജെ എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ട് നീക്കാം. സെയിം തിങ് ബി ഡാഷിന്റെ ലെവലിലാണ് എത്തിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇൻ ടേംസ് ഓഫ് അബ്സല്യൂട്ട് പ്രഷർ എന്റെ എന്തായിരിക്കും? ബി ഡാഷ് ജെ ആണ്. വാട്ട് വിൽ ബി ബി ഡാഷ് ജെ? എങ്ങനെയാണ് എടുക്കും ബി ഡാഷ് ജെ? H atmosphere 10.3 meters of water minus FB dash. This will be in terms of absolute pressure. So this was at the ഇത് രണ്ടും എന്താണ്? ഈ രണ്ട് ടേം ബി ഡാഷ് ജെയും എഫ് ഡാഷ് ബി രണ്ടാണ് കണ്ടുപിടിക്കുന്നത്. രണ്ടും എൻഡ് ഓഫ് സക്ഷൻ സ്ട്രോക്ക്. End of suction stroke values ആണ് ഇത് രണ്ടും. Are you able to follow? Yes, sir. Yes, sir. This is really important കാരണം ഇതിന്റെ റിലേറ്റഡ് ന്യൂമറിക്കൽസിൽ എല്ലാം നിങ്ങൾ ഇതുപോലത്തെ പ്രഷർ ഹെഡ്സ് പല രീതിയിൽ കണ്ടുപിടിക്കണം. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് വാക്വം പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാലും എന്താണ് അബ്സല്യൂട്ട് പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാലും. തേർഡ് വൺ പ്രഷർ ഹെഡിന്റെ ആൻസേഴ്സ് ആണ് ഇത്.
നിങ്ങൾ തിരക്കുള്ള സമയത്ത് ഇത് മാത്രമായി ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമൊക്കെയാണ് കണ്ടുപിടിച്ച് പോകുന്നതെങ്കിലും ശരിയാണ് ആൻസർ. അതായത് ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്കിൽ നിങ്ങൾ ഇത് മാത്രം കണ്ടുപിടിച്ചു, എൻഡ് ഓഫ് സക്ഷൻ സ്ട്രോക്കിൽ നിങ്ങൾ ഇത് മാത്രം കണ്ടുപിടിച്ചു, സ്റ്റിൽ ദി ആൻസർ ഈസ് കറക്റ്റ്. ബട്ട് മെൻഷൻ ചെയ്യുക ഇൻ ടേംസ് ഓഫ് വാക്വം പ്രഷർ. അല്ലെങ്കിൽ ഇത് മാത്രമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതും ശരിയാണ്. ബട്ട് യു ഹാവ് ടു മെൻഷൻ ഇറ്റ്സ് ഇൻ ടേംസ് ഓഫ് അബ്സല്യൂട്ട് പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷർ ലൈനിൽ നിന്ന് ഡിസ്റ്റൻസ് പറയുന്നതും താഴെയുള്ള ആക്സിസ് ഡിസ്റ്റൻസ് പറയുന്നത് ആ ഡിഫറൻസ് മാത്രമേ ഇതിലുള്ളൂ.